നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവോണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തിരുവോണത്തിന്റെ കഥകളും അനുബന്ധ വായ്മൊഴികളെല്ലാം നമ്മൾക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല പലരിൽ നിന്ന് കേട്ടിട്ടുമുണ്ട്. പക്ഷേ വയനാട്ടിലുള്ള എൻ്റെ വീട്ടിലെ എന്റെ ചെറുപ്പകാലത്തെ ഓണക്കാലത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. വയനാട് ജില്ലയിൽ പിണങ്ങോട് എന്ന സ്ഥലത്ത് ചോലപ്പുറം എന്ന തറവാട് ഏകദേശം 200-250 വർഷം അതിൽ കൂടുതലേ ഉണ്ടാവും വർഷം പഴക്കമുള്ള തറവാടാണ്. ആ തറവാട്ടിലെ ഓണം എന്റെ ചെറുപ്പകാലത്ത് ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം. പെങ്ങള് 10 വർഷം കഴിഞ്ഞിട്ടതിന് ശേഷമേ പെങ്ങളുടെ ജന്മം ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു കാലഘട്ടത്തിലെ ഓണമാണ് ഞാനീ പറയുന്നത്. ഇന്നത്തെ പോലെ ബേക്കറികളോ പൂക്കടകളോ പച്ചക്കറി കടകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. കൽപ്പറ്റയിലും സമീപ പ്രദേശങ്ങളിലൊന്നും പൂ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാടേ അന്നില്ല. ഓണത്തിനൊക്കെ ഞങ്ങൾ പൂ തേടി പോവുകയാണ് ചെയ്യുക. പരീക്ഷാക്കാലമാണ്. പരീക്ഷാക്കാലം കഴിഞ്ഞ് പരീക്ഷാ സമയം കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പൂ പറിക്കാൻ പോകും. പൂ പറിക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചു പറയും, അമ്പലത്തിലെ കാട്ടിലേക്കൊന്നും കയറി ചെല്ലരുതേ, പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമുണ്ട്, അവിടെയൊന്നും പോയി പറിക്കരുതെന്ന്. ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു. അന്നൊന്നും പറമ്പുകൾക്ക് വേലി ചെമ്പരത്തി വേലികൾ, അരിപ്പൂച്ചുള്ളിയുടെ വേലികൾ. അപ്പോൾ അത്തരം വേലികളിലൊക്കെ ധാരാളം വള്ളിപ്പടർപ്പുകൾ ഉണ്ടായിരുന്നു. ആ വള്ളിപ്പടർപ്പുകളിൽ പലതരം കളറുകളിലുള്ള പൂക്കള് ഓണക്കാലത്ത് വിരിഞ്ഞങ്ങനെ നിൽക്കും. അപ്പൊ നമുക്ക് ഈ പാത്രങ്ങളിൽ 1-2 പാത്രം കരുതും. കാരണം വ്യത്യസ്തമായ പൂക്കളാണ് കിട്ടുന്നത്. പൂക്കൾ പറിക്കാൻ ഒറ്റയ്ക്കല്ല, കൂട്ടുകാരും ഉണ്ടാവും. അങ്ങനെ പൂക്കൾ പറിക്കാൻ പോകും. ആ പൂക്കൾ ഇടുന്നത് മുറ്റത്ത് ദിവസവും ആലയിൽ നിന്ന്. അന്നൊക്കെ വീട്ടില് ആലയുണ്ട്. ആല എന്ന് പറഞ്ഞാൽ തൊഴുത്തിൽ പശുവുണ്ട്, പോത്തുകളുണ്ട്. പോത്തുകൾ എന്ന് പറഞ്ഞാൽ കൃഷി ആവശ്യത്തിനായിട്ടാണ് ഞങ്ങൾ പോത്തുകളെ വളർത്തുന്നത്. അപ്പോൾ ഈ ചാണകമെടുത്ത് വീട്ടിലെ ജോലിക്കാർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. ചാണകം തളിച്ച് തരും, നന്നായിട്ട് ചാണകം തളിച്ച് തരും. എനിക്കൊക്കെ അന്ന് ചാണകം തൊടുക എന്ന് പറയുന്നത് മടിയുള്ളൊരു കാര്യം. അവർക്ക് അറിയുള്ളൂ, നമുക്കിങ്ങനെ തളിക്കാനൊന്നും അറിയില്ല വൃത്തിയായിട്ട്. അത് തളിക്കുന്നവരുടെ പേരും പറഞ്ഞുതരാം. കാവുരി, പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കും. കാവുരി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരായിരുന്നു എന്റെ ചെറുപ്പകാലത്ത് അധികവും ഓണക്കാലത്ത് വന്ന് ചാണകം തളിക്കുക. ഇനി അവര് വരാതിരുന്ന കാലത്ത് കല്യാണി ആയിരുന്നു ഉണ്ടായിരുന്നു. കല്യാണി ചേച്ചി എന്ന് വിളിക്കണം. പക്ഷെ ചെറുപ്പത്തിൽ അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വിളിക്കുന്നത് കേട്ട് അവരെ അങ്ങനെ വിളിക്കുക ചെയ്യും. പൂവിടാൻ വേറെ ആരുടെ സഹായം ഉണ്ടായില്ല. അച്ഛനും അമ്മയൊക്കെ തിരക്കുള്ള സമയം, അവർക്ക് ഇതിലൊന്നും നേരമില്ല. അപ്പൊ രാവിലെ എണീറ്റ് ഒരു ഈർക്കിലി സംഘടിപ്പിച്ച് പൂക്കളം ആദ്യം ആ ചാണകത്തിൽ വരയ്ക്കും. വരച്ചതിന് ശേഷം തലേന്ന് കരുതിയ പൂക്കൾ ഇടുകയാണ് ചെയ്യുന്നത്. മുറ്റത്ത് തന്നെ പൂക്കളുടെ ഒരു വലിയ ശേഖരം ഉണ്ട്. അമ്മ വെച്ച് നട്ടുപിടിപ്പിച്ച ധാരാളം ചെടികൾ. അന്ന് ഏറ്റവും കൂടുതൽ ചെടികളുണ്ടായിരുന്ന ഡാലിയാണ്. ഡാലിയ പൂക്കൾ വിരിഞ്ഞാല് ഒരാഴ്ചയോളം നിൽക്കും. അത് പല വർണ്ണങ്ങളിലുള്ള ഡാലിയ പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത്. വലുപ്പവും ചെറുതും വലുതുമായ ഡാലിയ പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഡാലിയ പൂക്കൾ മാത്രം മതി പൂക്കളത്തിലേക്ക്, വേറെ ഒരു പൂവും വേണ്ട. പക്ഷെ അരിപ്പൂ പൂവ് എന്ന് പറയുന്ന പൂ വരയ്ക്കാനും ഓണപ്പൂ എന്ന് പറയുന്ന ഒരു തോണിയുടെ ആകൃതിയിലുള്ള പൂവൊക്കെ അത് ഓണക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് ഓണപ്പൂ എന്ന് പറയുന്നത്. അത് വീടിന്റെ മതിലിന്റെ മുകളിലാണ് ഉണ്ടാവുക.
ആ കാലത്ത് മാത്രമാണ് അത് കാണുക. അങ്ങനെ അതൊക്കെ പറിച്ചെടുക്കും. അങ്ങനെ പൂവിടും. പൂവിട്ട് കഴിഞ്ഞാൽ മുറ്റത്ത് തന്നെ മുറ്റം വന്ന് ഒഴിഞ്ഞു കിടക്കും. ആ സമയത്ത് മുറ്റത്ത് ഇങ്ങനെ മത്തൻ വള്ളികൾ ഇങ്ങനെ പൂവും കായുമായിട്ടിരിക്കും. അപ്പോൾ മത്തന്റെ പൂ പറിക്കും. മത്തന്റെ പൂ എന്ന് പറഞ്ഞാൽ വലുപ്പമുള്ള പൂവായിരിക്കും. അത് അധികമൊന്നും പറിക്കാൻ സമ്മതിക്കില്ല അമ്മ. അത് കായാവേണ്ടതാണെന്ന് പറയും. അപ്പൊ അമ്മ കാണാതെ ഒരു പൂ പറിച്ച് അതൊരു ഈർക്കിലിയിൽ കുത്തിയിട്ട് ആ പൂക്കളത്തിന് നടുവിൽ അവിടെ കുത്തിവെക്കും. അതായിരുന്നു ഓണപ്പൂക്കൾ. അപ്പൊ അന്ന് ഓണപ്പൂക്കൾ എന്ന് പറയുന്നത് അത്തത്തിന്റെ അന്ന് തുമ്പപ്പൂ വിടുകയും മറ്റുള്ള ദിവസം 2 വരി 3 വരി 4 വരി അങ്ങനെ 10 വരിയ പൂക്കളം ഉണ്ടാക്കുന്ന രീതിയൊന്നല്ല. കിട്ടാവുന്ന അത്രയും പൂക്കൾ അത്തത്തിന്റെ അന്ന് തന്നെ ഇടും. അതേപോലെ എല്ലാ ദിവസവും. അതുപോലെ കോഴിവാലൻ ചെടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അതിന്റെ ഇല മുറിച്ചിട്ട് അതും ഇടും. പിന്നെ ശതാവരി ഉണ്ട്, അസ്പരാഗസ് എന്ന് പറയുന്ന ശതാവരി ചെടി. അതിന്റെ കിഴങ്ങൊക്കെ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഔഷധ സസ്യവുമാണ്. അതിന്റെ ഇല ഇങ്ങനെ പറിച്ചെടുക്കും. വളരെ എളുപ്പത്തിൽ ഇങ്ങനെ കടലാസിലേക്ക്, നമ്മുടെ കടലാസിലേക്കോ അല്ലെ പാത്രത്തിലേക്കോ പിടിച്ചാൽ ഇങ്ങനെ വരും. അതും ഉപയോഗിക്കും. ഇത്രയുമാണ് പൂവല്ലാത്ത വസ്തുക്കൾ പൂക്കളത്തിൽ ഉപയോഗിക്കുക. അങ്ങനെ ഈ ഓണക്കാലം വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള കൃഷിക്കാര്, പ്രത്യേകിച്ച് അച്ഛനൊക്കെ, ഓണക്കാലം എത്തുമ്പോൾ ഒരു ആശ്വാസമാണ്. കാരണം നെൽവയലുകളിലെല്ലാം കൃഷി ഇറക്കി എല്ലാം പച്ചപ്പായി, പാടങ്ങളൊക്കെ പച്ചപ്പ് അണിഞ്ഞു നിൽക്കുന്ന നല്ലൊരു സമയമാണ്. അത്യാവശ്യം മഴയൊക്കെ കിട്ടി, തോട്ടിലും വയലിലൊക്കെ വെള്ളമായി. അങ്ങനെ നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ മറ്റ് കൃഷിപ്പണികൾ കൂടുതലൊന്നും ഇല്ലാത്ത സമയത്ത്, അപ്പൊ ജോലിക്കാരൊന്നും അധികം ഉണ്ടാവാത്ത സമയമാണ് ഓണക്കാലം. കുറച്ചൊരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന, കൃഷിക്കാർക്കൊക്കെ ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഉടമകൾക്ക്, കർഷകർക്കൊക്കെ കുറച്ചൊരു സമയം അവർക്കൊരു റിലാക്സ് ചെയ്യാനുള്ളൊരു സമയമാണ് ഈ ഓണക്കാലം. അങ്ങനെ ഓണത്തിന് ഓണപ്പുടവ എടുക്കുന്ന സമ്പ്രദായമൊന്നും നമുക്കില്ല വീട്ടിൽ. വസ്ത്രങ്ങളൊക്കെ വല്ലപ്പോഴും വാങ്ങിത്തരുമോ അല്ലാതെ ഓണത്തിനൊരു പുതുവസ്ത്രം വാങ്ങിത്തരിക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. ഇന്നും ആശിക്കാനില്ല. നമ്മൾ വാങ്ങുന്നില്ല, അല്ലാതെ വാങ്ങിക്കുന്നത് മാത്രമല്ല. അപ്പോ ഓണത്തിന് വസ്ത്രം വാങ്ങിക്കും അച്ഛൻ. അത് ജോലിക്കാർക്ക് കൊടുക്കാൻ. അന്ന് ജോലിക്കാർക്ക് വസ്ത്രവും കൊടുക്കും. വിഷുവിന് കൊടുക്കുന്നത് പോലെ ഓണത്തിന് പണവും കൊടുക്കും. അതേപോലെ ഭക്ഷണവും കൊടുക്കും. അപ്പൊ ഓണക്കാലം എന്ന് പറയുന്നത്, എനിക്കൊക്കെ അന്ന് അച്ഛനെ തരുന്നത് 10 പൈസയാണ്. അന്ന് 10 പൈസയ്ക്ക് ഒരു ചായ കിട്ടും. പക്ഷെ ഞാനൊന്നും പുറത്തു പോയിട്ട് ചായ വാങ്ങി കുടിക്കുന്ന ഒരു സമ്പ്രദായമൊന്നുമില്ല. ചെറുപ്പമല്ലേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ചായക്കടയും ഇല്ല കേട്ടോ. അങ്ങനെ പോയി വാങ്ങി കുടിക്കാനുള്ള ചായക്കടകളും ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ രാവിലെ ആയാല് ഓണത്തിന് അന്ന് വീടിന്റെ ചുറ്റുപാടുമുള്ള വീടുകളിലെ കുട്ടികളെല്ലാം വരും. അച്ഛനൊരു പാത്രത്തിൽ ചില്ലറ കരുതി വെക്കും. അന്നൊക്കെ 1 രൂപ എന്ന് പറഞ്ഞാൽ വലിയ വലുതാ. അപ്പൊ ഈ കുട്ടികള്, ചെറിയ കുട്ടികളും വലിയ കുട്ടികളും വരും. അതിന് മുതിർന്നവരും വരും. ചെറിയ കുട്ടികൾക്ക് 25 പൈസ കൊടുക്കും. അവർക്കത് വളരെ സന്തോഷം. ആ 25 പൈസ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ചായയും ഒരു കടിയും കിട്ടും. അതിൽ കുറച്ച് വലിപ്പമുള്ള കുട്ടികൾക്ക് 50 പൈസ കൊടുക്കും. പ്രായമുള്ളവർക്കാണെങ്കിൽ 1 രൂപ. ഇതൊരു 70 കാലഘട്ടത്തിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അന്നത്തെ 1 രൂപയ്ക്ക് അതിൻ്റെതായ വിലയുണ്ട്. ആ കാലഘട്ടത്തിൽ വീട്ടിലെ സ്ഥിരമായി ജോലിക്ക് വരുന്ന ആൾക്കാർക്ക് വസ്ത്രം കൊടുക്കും. അവര് വീട്ടിലേക്ക് വരിക ഉച്ചയ്ക്ക് ശേഷം. ഉച്ചയ്ക്ക് ശേഷമാണ് അവർ വരിക. അവർ വരുമ്പോൾ ഒരു കുപ്പിയും കരുതിയിരിക്കും.
ഒരു മുണ്ടും കരുതിയിരിക്കും. അങ്ങനെ അവര് വന്നു കഴിഞ്ഞാൽ ആ മുണ്ട് വിരിക്കും. വീട്ടിൽ വലിയ വരാന്തയുണ്ട്, ആ വരാന്തയിൽ മുണ്ട് വിരിക്കും. ആ തുണി വിരിച്ചാല് അവര് തന്നെ വീട്ടിൽ നിന്ന് കത്തിയെടുത്ത് കൊണ്ടുപോയിട്ട് ഇല വെട്ടിക്കൊണ്ടുവരും. അങ്ങനെ ആ ഇല വിരിക്കും തുണിയിൽ. അതില് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ചോറ് വിളമ്പി കൊടുക്കും. അത് ഓരോരുത്തരുടെ വീട്ടിലും എത്ര ആളുണ്ടോ അവർക്കനുസരിച്ചുള്ള ചോറായിരിക്കും അതിൽ വിളമ്പി കൊടുക്കുക. അത് അച്ഛനും അമ്മയ്ക്കും അറിയാം അവരുടെ വീട്ടിൽ എത്ര ആളുണ്ട് എന്നുള്ളത്. അതിനനുസരിച്ച് ചോറ് വിളമ്പി കൊടുക്കും. അവർ പാത്രം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ സാമ്പാർ, മറ്റു കറികള് എല്ലാം കൊടുക്കും, പപ്പടം അടക്കം. അതെല്ലാം കൂടെ അവർ കൂട്ടിക്ക് ഒരു കെട്ട. കുപ്പി എന്തിനാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ കൊടുക്കാൻ. അതില് വെളിച്ചെണ്ണയും കൊടുക്കും. പോകുമ്പോ അച്ഛനൊരു പൈസയും കൊടുക്കും. അങ്ങനെയാണ് ഓണം. ഈ ഓണക്കാലത്തൊക്കെ ഓണം വരുന്നതിന് മുമ്പേ ഒരു ഒരുക്കമുണ്ട് വീട്ടിൽ. അതിന് അമ്മയാണ് എല്ലാം തയ്യാറാക്കി വെക്കുക. ഓണത്തിന് മുമ്പേ അച്ചാറുകൾ ഉണ്ടാക്കി വെക്കും. മാത്രമല്ല അന്നൊക്കെ ദോശ എന്ന് പറയുന്നത് വല്ലപ്പോഴുമാണ് വീട്ടിലുണ്ടാക്കുക. ദോശയുടെ മാവ് ജോലിക്കാരെ കൊണ്ട് അരിയിടിച്ച് ഒക്കെയാണ് മാവ് ആട്ടിയെടുത്തിട്ടാണ് ഉണ്ടാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ദോശ ലഭിക്കുള്ളൂ. ഇന്നത്തെ പോലെ മിക്സി ഇല്ല, മില്ലുകളില്ല. വീട്ടിലേക്ക് ആവശ്യമായ നെല്ലിഷ്ടം പോലെ കൃഷിയുണ്ട്. പച്ചരിയുണ്ട്, പുഴുങ്ങലരിയുണ്ട്, അതിൽ തന്നെ കയമരി, ഗന്ധകശാല എന്ന് പറയുന്ന ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇത് പുഴുങ്ങിയെടുത്ത് വീട്ടിൽ നിന്ന് തന്നെ ജോലിക്കാർ കുത്തിയെടുത്തിട്ട് അരിയാക്കണം. അങ്ങനെ ഈ ഓണത്തിന്റെ അന്നൊക്കെ അതിരാവിലെ വരുന്ന കുട്ടികൾക്ക്, രാവിലെ വരുമ്പോ ആ സമയത്ത് ദോശ ചുടുന്ന സമയമാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും 2 പഴവും കൊല നേരത്തെ വെട്ടിവെക്കും. ഓണത്തിനായിട്ട് കരുതി വെക്കും. അത് നേന്ത്രക്കൊലയല്ല കേട്ടോ. നേന്ത്രക്കൊല അന്ന് വയനാട്ടിൽ അധികവും ഇല്ല. ഞങ്ങളുടെയൊക്കെ പറമ്പിൽ ഇഷ്ടം പോലെ വാഴകളുണ്ടായി. പച്ചക്കദളി വാഴ, ചെങ്കദളി വാഴ, പൂജക്കദളി, മൈസൂർ പൂവൻ, പിന്നെയുള്ളത് മണ്ണനാണ്. ഇഷ്ടം പോലെ മണ്ണൻ കൊലയുണ്ട്. അപ്പൊ ഇതിലേതാണോ മൂത്ത് കിട്ടുന്നത് അത് വെട്ടി പഴിപ്പിച്ചു വെക്കും. വരുന്നവർക്കൊക്കെ 2-3 പഴങ്ങളും ഈ ദോശയും കൊടുക്കും. അങ്ങനെ ദോശയുടെ സമയം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സദ്യയുടെ സമയമായി. അപ്പൊ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് വരുന്ന ഉച്ചയ്ക്ക് ആരെങ്കിലും കുടുംബത്തിലെ കാരണവന്മാരായിട്ടുള്ളവർ വരികയാണെങ്കിൽ അവരും കൂടി ഭക്ഷണത്തിനുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഈ ജോലിക്കാർക്കുള്ള ഭക്ഷണം കൊടുക്കുന്നത്. ജോലിക്കാരുടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിരുന്ന് വരുന്നവരുടെ സമയമാണ്. എന്റെയൊക്കെ അറിവില് അമ്മയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരോണത്തിനു പോലും അമ്മയുടെ വീട്ടിൽ അമ്മയ്ക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ഓണത്തിന് വരുന്ന ജോലിക്കാർക്ക് അവരെ സന്തോഷിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അച്ഛൻ. അവരുടെ ഓണം നഷ്ടപ്പെടുത്തരുത് എന്നതായിരുന്നു. അങ്ങനെ ഓണം കഴിഞ്ഞാലും അമ്മയ്ക്ക് പോകാൻ കഴിയില്ല. കാരണം വിരുന്നുകാർ പലരും വരും. അത് പ്രത്യേകിച്ച് തറവാടാണ്. തറവാട്ടിലേക്ക് ആൾക്കാർ വരുമ്പോൾ വീട്ടിലാരുമില്ല എന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണ്. അപ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു യാത്രയും ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ പോലെ ഒരു എന്റർടൈൻമെന്റ് ഒന്നുമില്ല. റേഡിയോയിൽ കേൾക്കുന്ന പാട്ടുകളോ പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും കേൾക്കുന്ന ബാലലോകം പരിപാടികളും പാട്ടുകളും മാത്രമേ ഉള്ളൂ. ഒരു സിനിമ കാണാൻ പോലും പോകണമെങ്കിൽ വാഹനം വിളിച്ചിട്ട് പോകണം, ടാക്സി വിളിച്ചിട്ട് തന്നെ പോകണം. അത്രയും ദൂരെയാണ്, 12 കിലോമീറ്റർ ദൂരെയാണ് ഒരു സിനിമ ടാക്കീസ് ഉള്ളത്. തിയേറ്ററില്ല, ടാക്കീസാണ്, ഓലമേഞ്ഞ ടാക്കീസുകളാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു ഓണക്കാലം ആയിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ. വഴിയോരത്ത് മുഴുവൻ പൂക്കളുണ്ടാവും.
നടന്നു പോകുന്ന വഴി മുഴുവൻ പൂക്കളുണ്ടാവും. ഏത് പറിക്കണം, ഏത് പൂക്കൾ പറിക്കണം എന്ന് മാത്രമേ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. പൂ വാങ്ങുക എന്നുള്ളത് ചിന്തയേ അന്നില്ല. അങ്ങനെ ഒരു കടയേ ഇല്ല. പച്ചക്കറി കട എന്ന് പറയുന്നത് ഇല്ല. കടകളിലൊന്നും പച്ചക്കറി കിട്ടാനേ ഇല്ല. പച്ചക്കറി ഇല്ല. വീട്ടുപറമ്പിൽ തന്നെ കൃഷി ഉണ്ടാക്കി അതുമാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഈ വാഴക്കൊല ഇഷ്ടം പോലെ, വാഴക്കൊല എന്ന് പറയുന്ന മണ്ണൻകൊലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നേന്ത്രക്കൊലയൊക്കെ 1986, 87, 88 കാലഘട്ടത്തിലാണ് നേന്ത്രവാഴ കൃഷി വയനാട്ടിലേക്ക് വന്നത്. കാലാവസ്ഥ മാറിയപ്പോഴാണ് നേന്ത്രവാഴ കൃഷി വ്യാപകമായത്. ഇന്ന് ഞങ്ങളുടെ എല്ലാ വയലുകളിലും വാഴത്തോപ്പുകളായി മാറിയിരിക്കുകയാണ്. വാഴകൃഷിയാണ്. നെൽകൃഷി പാടെ മാറി. പണ്ട് ഓണക്കാലത്തൊക്കെ ഓണത്തുമ്പികളും ഒക്കെ, ഓണവില്ലുകള്, അതുപോലെ ഓണത്തിന് ഊഞ്ഞാലുകൾ എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. അതൊന്നും കാണാനോ കേൾക്കാനോ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ബാലരമയിൽ വായിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഓണക്കാലം എന്നിങ്ങനെ ചിന്തിക്കും. ഓണത്തിന് ഏതെങ്കിലും അന്നത്തെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ഒരു അഭിമുഖവും ഉണ്ടാകും. പിന്നെ പത്രങ്ങൾ വരുത്തുമ്പോൾ അതിൽ കുറച്ച് പരസ്യങ്ങളും കാണാം. ഇതല്ലാതെ ഓണത്തിനെ കുറിച്ച് ഒരു കാര്യവുമില്ല. ഇന്നിപ്പോ നമ്മുടെ നാട്ടില് ഓണാഘോഷം എത്ര ദിവസമായിട്ട് നടക്കുകയാണ്. ഓണാഘോഷം ഇന്ന് ഓണം മത്സരമാണ്. ഓണം മത്സരമായി മാറുകയാണ് ചെയ്യുന്നത്. ആഘോഷമല്ല, മത്സരമാണ്. നറുക്കെടുപ്പിന്റെ കാലമാണ്. അപ്പൊ ആ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചുള്ള ഓണത്തിന്റെ ഒരു ഓർമ്മ പങ്കുവയ്ക്കുകയാണ് ഞാൻ നിങ്ങളുമായിട്ട്. നന്ദി, നമസ്കാരം.